ഇപ്പം മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു സ്ഥിര ഐറ്റമായിരിക്കും ഈ മാങ്ങയെന്ന് പറയുന്നത്. അപ്പം നല്ല പഴുത്ത മാങ്ങ വെച്ച് നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 2 പഴുത്ത മാങ്ങ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് മാങ്ങയുണ്ടോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. ഞാനൊരു പകുതി തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ എടുത്ത മാങ്ങ 2 ചെറിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ പകുതി തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. തേങ്ങ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ ഇളക്കിയെടുക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണോ എളുപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനത് ഒന്നീ പൊട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ കത്തി വെച്ചോ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ആ കറുത്ത തൊലി ഒന്ന് ചെത്തിക്കളയുക. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ വെള്ള ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാം ഒന്ന് തൊലി വൃത്തിയാക്കി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു പാനിലേക്ക് തട്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. നമുക്കതങ്ങ് കരിഞ്ഞു കളറ് മാറി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ഒന്ന് ചൂടായി വരേണ്ട ആവശ്യമേ ഉള്ളൂ. തേങ്ങ അവിടെ ഇരുന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ അരച്ച് വെച്ച അതേ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത മാങ്ങയ്ക്ക് അധികം മധുരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പിന്നെ 2 ഏലക്കയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതിലും നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. കാരണം പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിരിക്കും നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഈ അരച്ചെടുത്ത മിക്സും കൂടെ നമ്മുടെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതിൽ കുറച്ചൊക്കെ വെള്ളമയം ഉണ്ടാവും. അപ്പോൾ കൈവിടാതെ ഇളക്കി അതൊന്ന് കട്ടിയാക്കി എടുക്കണം നമുക്ക്. അതൊന്ന് കട്ടിയായി വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്കുള്ളൊരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷണലാണ്. പക്ഷെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് കിട്ടുക. ആ പാൽപ്പൊടിയുടെ ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്ക് ആ സ്വീറ്റിൻ്റെ ടോട്ടൽ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പം നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൈ വിടാതെ നമ്മളെ പാനിൽ നിന്ന് ആ ഒരു മിക്സ് ഇളകി വരുന്ന പരുവം വരെ നമ്മളതൊന്ന് ഇളക്കിയെടുക്കണം. നല്ലപോലെ നമ്മൾ കൈവിടാതെ ഇളക്കുമ്പോഴത്തേക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് അത് നല്ല പാനിൽ നിന്ന് വിട്ട് വരും. നല്ല കട്ടിയായിട്ട് അത് പാനിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വയ്ക്കുക. നമ്മളിത് തണുത്തതിന് ശേഷമേ എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക. നല്ലപോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 10-12 ബോൾസിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു കറുത്ത മുന്തിരിങ്ങ കൂടി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞ കളറിൻ്റെ മുകളിൽ നല്ല കറുത്ത കളറും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗി മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര ഹെൽത്തി ആയിട്ടും ഇത്ര ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.